അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിനോടൊപ്പം തന്നെ ഒട്ടനേകം അപ്ഡേഷൻസ് തന്നെയാണ് ഇപ്പോൾ മാർവലിന്റെയും DC-യുടെ ഭാഗത്തുനിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ഹീറോ മൂവീസിന്റെ ഭാഗത്തുനിന്നും വളരെ വലിയൊരു അപ്ഡേഷനും കൂടി വന്നിട്ടുണ്ട്. അവയെല്ലാം പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ആദ്യം തന്നെ നമുക്ക് പതിപോലെ മാർവലിന്റെ ഭാഗത്ത് നിന്നുള്ള അപ്ഡേഷൻസ് തന്നെ നോക്കാം. പ്രധാനമായിട്ടും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ വേൾഡ് വൈഡായി റിലീസ് ആയിരിക്കുകയാണ്. യൂട്യൂബിൽ നിന്ന് മാത്രം ഏകദേശം 4.5 കോടിയോളം ആൾക്കാരാണ് ഇതുവരെ ഈ ഒരു ട്രെയിലർ കണ്ടിരിക്കുന്നത്. ഡോക്ടർ ഡൂമിന്റെ ഒരു ഒഫീഷ്യൽ ലുക്ക് തന്നെ നമുക്ക് ഈ ഒരു ട്രെയിലറിലൂടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻഡർ തോറിന്റെ പവറിനെയും വെറും 2 വിരൽ കൊണ്ട് അതും ലെഫ്റ്റ് ഹാൻഡിൽ തടഞ്ഞു നിർത്തുന്ന ഡോക്ടർ ഡൂമിനെ കാണിക്കുന്നതിനോടൊപ്പം ക്യാപ്റ്റൻ അമേരിക്ക അതായത് സ്റ്റീവ് റോജേഴ്സിന്റെ റിട്ടേണും എടുത്തു പറയേണ്ടത് തന്നെ. ഓൾറെഡി ട്രെയിലറിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ മിസ്സായ കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഒറ്റവാക്കിൽ ഒരു അടിപൊളി കിണ്ണങ്കാച്ചി ട്രെയിലർ തന്നെയാണ് ഇപ്പോൾ മാർവൽ ഡൂംസ്ഡേയുടെ ഭാഗത്തുനിന്നും പുറത്തുവിട്ടിട്ടുള്ളത്. അതേ തുടർന്ന് ഈ മാസം അവസാനം റിലീസ് ആകാതിരിക്കുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിനോടൊപ്പം തന്നെ ഒരുപാട് TV സ്പോട്ടുകൾ ഇറക്കി. സോണി ഇപ്പോൾ മൂവിയുടെ പകുതിയോളം പുറത്തിറക്കി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ആക്ച്വലി സോണി കാണിക്കുന്നത് എണ്ടിത്തരത്തോട് അത്ര യോജിപ്പില്ല എങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ ഇപ്പോഴും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അതുപോലെ തന്നെ ഈ ഒരു മൂവിയിൽ എനേല ബെനോവ ഒരു ക്യാമിയോ റോളിൽ വരുമെന്നും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി പുറത്തുവിട്ടിരിക്കുന്നത് സാക്ഷാൽ റൂസോ ബ്രദേഴ്സിന്റെയും കെവിൻ ഫൈജിയുടെയും ഭാഗത്തു നിന്ന് തന്നെയാണ്. ഓൾറെഡി ഈ ഒരു മൂവിയിൽ സെഡി സിംഗ് ജീൻ ഗ്രേ ആയിട്ടാണ് വരാൻ പോകുന്നതെന്ന് ട്രസ്റ്റബിൾ ആയിട്ടുള്ള പല സോഴ്സുകളും പറഞ്ഞിട്ടുണ്ട് എന്നതിനോടൊപ്പം തന്നെ മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാന്റെ ഒരു ചെറിയ ഗ്ലിംസ് ഉണ്ടാവുമെന്നുമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ. എന്തായാലും നിങ്ങളിൽ ആരൊക്കെ ജൂലൈ 31-ാം തീയതി ഈ ഒരു മൂവി കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡെയർഡെവിൾ ബോൺ അഗൈൻ സീരീസിന്റെ സീസൺ 3യുടെ ഷൂട്ടിംഗ് വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുമായി ഡെയർഡെവിളിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. ഒരു ഓക്കെ സാധനമാണെങ്കിലും ഇതിന് പുറത്ത് VFX കൂടി വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇംപ്രൂവ് ആവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മാത്രമല്ല ജയിലിൽ കിടന്ന ഡെയർഡെവിൾ എങ്ങനെയാണ് പുറത്തു വന്നത് എന്നതിനുള്ള ഉത്തരം മിക്കവാറും നമുക്ക് ബ്രാൻഡ് ന്യൂ ഡേയിലൂടെ തന്നെ ലഭിക്കുമെന്നും മനസ്സിലാക്കാം. അതുപോലെ മൂൺ റൈറ്റ് റൈറ്റർ ആയിട്ടുള്ള സബീർ പ്രസാദ പുതിയൊരു മാർവൽ പ്രൊജക്ടിന് വേണ്ടി മാർവലുമായി വീണ്ടും ഒന്നിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കുറെ നാളായി തന്നെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന നോവ പ്രൊജക്ടിന് വേണ്ടിയാണ് ഈ ഒരു റൈറ്ററിനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് തന്നെ. ആദ്യം ഒരു മൂവി ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്, പിന്നീട് അതൊരു സീരിയസ് ആയി മാറി. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു പ്രോജക്റ്റ് ഒരു മൂവി തന്നെയായിട്ടായിരിക്കും പുറത്തിറങ്ങാൻ പോകുന്നത്. പ്രധാനമായിട്ടും നോവ എന്ന ക്യാരക്ടറിനെ MCUലോട്ട് കൊണ്ടുവരുമ്പോൾ നല്ല ബഡ്ജറ്റ് എത്തുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു മൂവിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. സീക്രട്ട് വാർസിന് ശേഷം അടുത്തതായി പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും വലിയ മാർവൽ മൂവി തന്നെയായിരിക്കും എക്സ്മെൻ. ഈ ഒരു മൂവിക്ക് വേണ്ടിയുള്ള കാസ്റ്റിംഗ് അപ്ഡേഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒബ്സഷൻ പടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന നിക്കി എന്ന ആക്ട്രസിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. പുള്ളിക്കാരത്തിനെ റോഗ് ആയിട്ടും മാഗറ്റ് റോബിനെ എമാ ഫ്രോസ്റ്റ് ആയിട്ടും കാസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ആഡം ഡ്രൈവറിനെ ഈ ഒരു മൂവിയുടെ മെയിൻ വില്ലനായി വരാനിരിക്കുന്ന സിനിസ്റ്റർ അല്ലെങ്കിൽ മാഗ്നീറ്റോയുടെ റോളിലേക്കും പരിഗണിക്കുന്നുണ്ടെന്നുമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അക്വാമാൻ മൂവിയിൽ ഓഷ്യൻ മാസ്റ്ററായി വന്നിട്ടുണ്ടായിരുന്ന പാട്രിക് സ്റ്റുവേർട്ടിനെ പ്രൊഫസർ എക്സ് അതായത് ചാൾസ് സേവറായി പരിഗണിക്കുന്നുണ്ടെന്നും പറയുന്നുമുണ്ട്. മെയിൻലി ഈ കാസ്റ്റിംഗ് വർക്കുകളെല്ലാം ഇത്ര സ്പീഡിൽ നടക്കുവാനുള്ള കാരണം അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിന്റെ അവസാനം ഇവരെ എല്ലാം മൂവിയിലൂടെ മാർവൽ യൂണിവേഴ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുതിയൊരു MCU ടൈം ലൈൻ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡിസ്നി പ്ലസിലൂടെ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്മാൻ 97 നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ ചെക്ക്ഔട്ട് ചെയ്യുക. അതിന്റെ സീസൺ 2 ആണ് ഇപ്പോൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ഇൻട്രസ്റ്റിംഗും കിടിലനുമായിട്ടുള്ള സ്റ്റോറി ലൈൻ തന്നെയാണ് എക്സ്മാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എക്സ്മാൻ 97ലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും കാർട്ടൂൺ ആണെന്ന് പറഞ്ഞ് പലരും സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കിടിലൻ സീരീസ് ആണ്, മറക്കാതെ തന്നെ കാണുക. ഇതോടുകൂടി മാർവലിന്റെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ സംസാരിച്ചിരിക്കുകയാണ്. ഇനി DC സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ മാസം അതായത് ജൂലൈ 23 തൊട്ട് സാന്റിയാഗോ കോമിക്കോൺ ആരംഭിക്കുകയാണ്. അതിൽ DC പങ്കെടുക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുന്നു. മാർവലും ഉണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയതുകൊണ്ട് ഇവിടെ ആഡ് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് DC അപ്പിയറൻസ് ചെയ്യാൻ പോകുന്ന സാന്റിയാഗോ കോമിക്കോൺ പാനലിലൂടെ സൂപ്പർമാൻ 2മായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ വലിയൊരു അപ്ഡേഷൻസ് തന്നെ പുറത്തുവിടാൻ പോകുന്നു എന്നത് തന്നെ. മേ ബി ഈ ഒരു മൂവിയുടെ ഒരു ചെറിയ ടീസറോ അല്ലെങ്കിൽ ഈ ഒരു മൂവിയിൽ മെയിൻ വില്ലനായി വരാൻ പോകുന്ന ക്യാരക്ടർ റിവീലോ വല്ലതും ആയിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു DC യൂണിവേഴ്സിന്റെ ഫസ്റ്റ് മൂവി എന്നവർ
ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും ഈ ഒരു യൂണിവേഴ്സിന്റെ ഫസ്റ്റ് മൂവി ആയിട്ടുള്ള ബ്ലൂ ബീറ്റിൽ ഈ ഒരു മൂവിയിൽ ഒരു ക്യാമിയോ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ബ്ലൂ ബീറ്റിൽ ആക്ടർ സോളോ മെർജുവേനിയ, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയത്തില്ല, എന്നാലും ആ ഒരു പുള്ളിക്കാരൻ സൂപ്പർമാൻ മാൻ ഓഫ് ടുമാറോ മൂവിയുടെ ഷൂട്ടിംഗ് സെറ്റിൽ കണ്ടു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഇൻസൈഡ് റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ ഗ്രീൻ ലാന്റേൺ സീരീസിന്റെ ഒഫീഷ്യൽ ട്രെയിലറും ഈ ഒരു സാന്റിയാഗോ കോമിക്കോണിലൂടെ പുറത്തു വരുന്നതായിരിക്കും. അടുത്തതായി DC യൂണിവേഴ്സിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കുന്ന മൂവി ക്ലേ ഫേസിലൂടെ ബാറ്റ്മാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായി ജെയിംസ് ഗൺ പ്ലാൻ ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതൊരു റൂമർ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എങ്കിൽ തന്നെ ഈ ഒരു മൂവിയിലൂടെ ബാറ്റ്മാന്റെ കംപ്ലീറ്റ് ലുക്ക് കാണിക്കുകയില്ല, മറിച്ച് ബാറ്റ്മാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഹിന്റുകൾ കൊടുത്ത് മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കും കൊണ്ടുപോകുക എന്നും മറ്റൊരു അപ്ഡേഷനും പറയുന്നു. ഓൾറെഡി ടോം ബ്രെറ്റ്മി എന്നൊരു ആക്ടറിനെ ബാറ്റ്മാനെ കാസ്റ്റ് ചെയ്തു എന്നുള്ള റൂമേഴ്സും വരുന്നതാണ്. ഇതൊന്നും ഒഫീഷ്യലി കൺഫേം ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം. അതുപോലെ ഞാൻ കേട്ടിരുന്ന മറ്റൊരു റൂമർ തന്നെയാണ് ഈ ഒരു മൂവി, അതായത് ബാറ്റ്മാൻ ബ്രേവ് ആൻഡ് ബോൾഡ് എടുക്കാൻ പോകുന്നത് ആന്റണി മുഷെട്ടി അല്ല, മറിച്ച് പകരം ജെയിംസ് ഗൺ തന്നെയാണെന്നുള്ളത്. അതിനൊന്നും സാധ്യതയില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ടോക്കിംഗ് അബൌട്ട് മാറ്റ് റീവ്സിന്റെ ബാറ്റ്മാൻ 2028 രണ്ടാം മാസം, അതായത് ഫെബ്രുവരി 18 ഈ ഒരു മൂവി റിലീസ് ചെയ്യുമെന്ന് ഒരു ഒഫീഷ്യൽ ഗ്ലിംസിലൂടെ കൺഫേം ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ബാറ്റ്മാന്റെ സ്യൂട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചെറിയ ഫസ്റ്റ് ലുക്കും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും മൂവിയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ഇപ്പോഴും കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു മൂവിയിൽ സ്കാർലറ്റ് ജോഹാൻസൺ മെയിൻ വില്ലൻ ക്യാരക്ടറാണ് പ്ലേ ചെയ്യാൻ പോകുന്നതും അത് പോയിസൺ ഐവി ആയിരിക്കുമെന്നുമുള്ള ഒരു അപ്ഡേഷനും ഇപ്പോൾ വന്നിട്ടുമുണ്ട്. മാത്രമല്ല പെൻഗ്വിന് ഒരു സോളോ സീരീസ് കിട്ടിയതുപോലെ തന്നെ പോയിസൺ ഐവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സോളോ സീരീസും സ്കാർലറ്റ് ജോഹാൻസനെ വെച്ച് കൊണ്ടുവരാൻ പോവുകയാണെന്നും അതിനുവേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളാണ് ഇപ്പോൾ മാട്രീസ് ചെയ്യുന്നതെന്നുമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈവൻ ദോ ഈ ഒരു സീരീസിന് വേണ്ടി തന്നെയാണ് സ്കാർലറ്റ് ജോഹാൻസനെ പോലെ ഒരു ബിഗ് ആക്ട്രസിനെ തന്നെ ഈ ഒരു മൂവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതും എന്നും ഈ ഒരു അപ്ഡേഷനിലൂടെ പറയപ്പെടുന്നുമുണ്ട്. അതുപോലെ തന്നെ DCയിൽ ഫ്ലാഷിന്റെ വൺ ഓഫ് ദ മെയിൻ വില്ലൻ ആയിട്ടുള്ള ഗൊറില്ല ഗോഡും സൂപ്പർമാൻ മൂവിയിൽ വന്നിട്ടുണ്ടായിരുന്ന ജിമ്മി വോൾസനെയും വെച്ച് കമ്പൈൻ ചെയ്ത് ഇറക്കാനിരിക്കുന്ന പുതിയ സീരീസ് അതിന്റെ ഇനീഷ്യൽ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണെന്നുള്ള ഒരു ചെറിയൊരു അപ്ഡേഷനും വന്നിട്ടുണ്ട്. DCUവിന്റെ ഭാഗത്തു നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന സൂപ്പർ ഗേൾ മൂവി 125 മില്യണിൽ താഴെയാണ് ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത്. മൂവി ഒരു പരിധിവരെ ഡിസാസ്റ്റർ കാറ്റഗറിയിലേക്കാണ് പോകുന്നതെങ്കിലും WBയുടെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള പീറ്റർ സാഫ്രോൺ പറഞ്ഞിരിക്കുന്നത് ഇനിയും ഇതിലും നല്ലതായിട്ടുള്ള മികച്ചു നിൽക്കുന്ന ഒരുപാട് സൂപ്പർ ഗേൾ കണ്ടന്റുകൾ പുറത്തു വരും എന്ന് തന്നെയാണ്. ഇതോടുകൂടി DC സൈഡിലെ അപ്ഡേഷൻസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി ഇന്ത്യൻ സൂപ്പർ ഹീറോ അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതുതായി ബേസിൽ അല്ലു അർജുൻ മൂവി ഇപ്പോൾ ഒരു 90% കൺഫേം ആയിരിക്കുകയാണ്. ഇത് ശക്തിമാൻ ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് എങ്കിൽ തന്നെ ഇവർ തമ്മിലുള്ള ഒരു മൂവി ഒരുങ്ങുന്നുണ്ട് എന്ന് കൺഫേം ചെയ്യുന്ന വിധം ബേസിലെ റീസെന്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തന്നെയാണ് ഇതിന് കാരണമായിരിക്കുന്നത്. അതേ തുടർന്ന് നമ്മൾ ബ്രഹ്മാസ്ത്ര യൂണിവേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്രഹ്മാസ്ത്ര പാർട്ട് 2 ദേവ് 2028-29 വർഷങ്ങളിൽ ഇറക്കുവാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് മൂവിയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള അയാ മുഖർജി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. മൂവി ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണെന്നും ഉടൻ തന്നെ മറ്റു കാസ്റ്റ് വിവരങ്ങൾ പുറത്തു വരുമെന്നും ഒരു ഹിന്ദി ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. രാമായണ മൂവിയുടെ റിലീസിന് ശേഷമായിരിക്കും രൺബീർ കപൂർ ഈ ഒരു മൂവിയിലേക്ക് എൻ്റർ ആവുക എന്നും എന്നാൽ അതിനു മുമ്പേ മൂവിയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും ഇപ്പോൾ വ്യക്തമായിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഞാൻ വളരെയധികം വെയിറ്റ് ചെയ്യുന്ന മറ്റൊരു ഇന്ത്യൻ ആക്ഷൻ അഡ്വഞ്ചറസ് സൈഫൈ ഫ്യൂച്ചറിസ്റ്റിക് മൂവി തന്നെയാണ് കൽക്കി 2. ഈ ഒരു മൂവിയിൽ കമൽഹാസന്റെ എൻ്റർ സീൻസും ഇതിനോടകം തന്നെ അഭിനയിച്ച് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇനി പെൻഡിംഗ് ആയിട്ടുള്ളത് അമിതാഭ് ബച്ചന്റെ കുറച്ച് സീൻസും 20ഓളം ദിവസം വരുന്ന പ്രഭാസിന്റെ തന്നെ 3 ഷെഡ്യൂളുകളുമാണ്. മൂവിയിൽ പ്രധാനപ്പെട്ട ഒരു ക്യാമിയോ ആയിട്ടുള്ള പരശുരാമനായി എത്താൻ മുരിക്കുന്നത് ദുൽഖർ ആണെന്ന് ഓൾറെഡി കൺഫേംഡ് ആണ്. എന്നാൽ ദുൽഖറിനോടൊപ്പം തന്നെ നാനി ഒന്നെങ്കിൽ അഭിമന്യു ആയിട്ടോ അല്ലെങ്കിൽ കൃപാചാര്യറായിട്ടോ ഈ ഒരു മൂവിയിൽ അപ്പിയറൻസ് ചെയ്യുമെന്നും ഇപ്പോഴിതാ ഇൻസൈഡ് റിപ്പോർട്ടായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതോടുകൂടി ഇന്ത്യൻ അപ്ഡേഷൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഹോളിവുഡ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോഡ് ഓഫ് വാറിന്റെ ലൈവ് ആക്ഷൻ വേർഷനിൽ നായകനായി എത്തിയിട്ടുണ്ടായിരുന്ന റയാൻ ക്രിസ്റ്റിന് ബൈസെപ്സ് ഇഞ്ചുറി ഉണ്ടായതിനെ തുടർന്ന് പുള്ളിയെ ഈ ഒരു എൻ്റെ ഷോയിൽ നിന്നും പുറത്താക്കി എന്ന് പറഞ്ഞാൽ പുള്ളിയെ റീകാസ്റ്റ് ചെയ്ത് പകരം മറ്റൊരു ആക്ടറിനെ കൊണ്ടുവന്ന് ഇതുവരെ എടുത്തിട്ടുള്ള എൻ്റെ സീൻസും ഒന്നും കൂടി ഷൂട്ട് ചെയ്യുവാനായിട്ടാണ് ഇപ്പോൾ ആമസോൺ പ്ലാൻ ചെയ്യുന്നത്. ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ലുക്ക് പ്രകാരം ഫാൻസിന് ഈ ഒരു കാസ്റ്റിംഗ് അത്ര പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓൾറെഡി റീകാസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരുപാട് പ്രഷർ കമ്പനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും റീകാസ്റ്റ് ചെയ്യുന്നില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു ആമസോൺ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ പുള്ളിക്ക് ബൈസെപ്സ് ഇഞ്ചുറിയും കൂടി വന്നതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അടുത്ത വർഷം തന്നെ ഈ ഒരു സീരീസ് ഇറക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റീകാസ്റ്റിംഗ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ നോളന്റെ റീസെന്റ് ആയി പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ഓഡിസി 270 മില്യണിലധികം ഇപ്പോൾ വേൾഡ് വൈഡ് ആയി കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യയിൽ നിന്ന് മാത്രം 78 കോടിയിലധികമാണ് ഇപ്പോൾ ഈ ഒരു മൂവി കളക്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഓഡിസി 1 ബില്യൺ റീച്ച് ചെയ്യുമെന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 3 ഇപ്പോൾ ഒഫീഷ്യലി പുറത്തു വന്നിരിക്കുകയാണ്. ഏകദേശം 6 എപ്പിസോഡുകളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 സീസണുകളെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇംപ്രൂവ് ആയിട്ടുള്ള കിടിലൻ എപ്പിസോഡ്സ് തന്നെയാണ് ഈ ഒരു സീസണിലുള്ളത്. എന്തായാലും ഇതുവരെ നിങ്ങൾ ഈ ഒരു സീരീസ്
സീരീസ് കണ്ടു തുടങ്ങിയിട്ടില്ല എങ്കിൽ മറക്കാതെ തന്നെ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസ് പോലും ഈ ഒരു സീരീസ് കണ്ടിട്ടില്ല എന്നത് അതിശയമാണ്. അതേ തുടർന്ന് അവതാർ ദ ലാസ്റ്റ് എയർബെൻഡർ മൂവി ഈ മാസം ഒഫീഷ്യലി ജൂലൈ 25-നാണ് റിലീസ് ആവേണ്ടത് എങ്കിൽ തന്നെ പൈറസി മൂലം ഏകദേശം ഒരു 4 മാസം മുമ്പേ ഇതിന്റെ ഒരു കോപ്പി റിലീസ് ആയിരുന്നു. എന്തായാലും പാരാമൗണ്ട് പ്ലസിലൂടെ ജൂലൈ 25-ന് അവതാർ ദ ലാസ്റ്റ് എയർബെൻഡർ മൂവി പുറത്തു വരുന്നതാണ്. ഇതോടുകൂടി ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട മാർവൽ, DC, ഹോളിവുഡ്, ഇന്ത്യൻ സൂപ്പർ ഹീറോ അപ്ഡേഷൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.